അപ്പോൾ നമുക്കിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ കുഞ്ഞു മത്തിയാണ് കേട്ടോ. അപ്പോൾ നോലുമ്പായതുകൊണ്ടേ കടകളൊന്നും വൈകുന്നേരം ഒന്നും മീനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പോയിട്ട് കുറച്ച് മത്തി മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ താഴെ തന്നെ ഉണ്ട് കേട്ടോ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഏതെല്ലാം നന്നാക്കി എടുക്കട്ടെ. മീൻ മാമു തിന്നാനാണ് പറഞ്ഞ കുട്ടി. ഉച്ചക്ക്. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അമ്മയുടെ ചേച്ചിയും ഭർത്താവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കോട്ടയത്തു നിന്നാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. ഇന്നലെ ഏട്ടൻ വരാൻ വൈകിയതുകൊണ്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. അമ്മ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നെയ്ച്ചോറും കോഴിയിട്ട് അത് കഴിക്കാൻ പോണത്. അമ്മ അവിടെ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ് കേട്ടോ. കുറച്ച് ഇത് നന്നാക്കി കറി വെച്ചിട്ട് വേണം കേട്ടോ പോവാൻ. പിന്നെ ചെറിയ മത്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നാക്കി കഴുകിയിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് നല്ലോണം കഴുകണം കേട്ടോ. ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയിട്ടുള്ളത്. എന്നാലും കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല പോവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മീനോട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഉള്ളി, പിന്നെ ഒരു വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ മീൻ കറി വെക്കുക. പിന്നെ അതിലേക്ക് ഒരു തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് കൊണ്ടുവരാം. ഒന്ന് കൂട്ടാ തക്കാളി ഇടും കേട്ടോ. കുടംപുളി വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. കുടംപുളിയാണ് കേട്ടോ മീൻ കറിയിലേക്ക് ഇടുക. ഒരു പ്ലേറ്റ് എടുക്കുക കേട്ടോ. എന്താ പറയുക, എനിക്ക് വേഗം ഉണ്ടാക്കണം. അതുള്ള വീട്ടിലേക്ക് ആൻറ്റിയൊക്കെ 9 2 മണിയാകുമ്പോഴേക്ക് പോകും. അപ്പോഴേക്ക് എനിക്ക് അങ്ങോട്ട് എത്തും വേണം. അപ്പോൾ അതുകൊണ്ട് വേഗം ഉണ്ണിക്കുട്ടിന് ജലദോഷമാണ്, കഫക്കെട്ട് പിടിച്ചിട്ടുണ്ട്. എന്താ കാട്ടുന്നത്? തക്കാളിയുടെ കേട്ടോ. തക്കാളി ഇത് ഏട്ടനെ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. അവിടെ അടുത്തൊരു വീട്ടിലേ തക്കാളി കൃഷി ഉണ്ട്. കൃഷി പറഞ്ഞാൽ അവരുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറഞ്ഞ പൈസയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത്. ഇതുകൊണ്ട് ഞാനൊരു തക്കാളിക്കറി ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകുകയാണ് കേട്ടോ. നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ പറഞ്ഞു കൊടുക്കട്ടെ. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ലതൊന്നും ഉണ്ടോ ആവോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, അവിടെ ഉണ്ടാവും, നമ്മൾ വരാം. പിന്നെ കുറച്ച് കടുക് കേട്ടോ. നിൽക്കമ്മ ഒക്കെ പൊട്ടി തീരട്ടെ, അല്ലെങ്കിൽ ഇതാവും. ഒരു കണക്കിനൊരു സെക്ഷനാക്കി വെച്ചത് ചെയ്യുന്നു അവിടെ പൊടുന്നില്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കേട്ടോ. ചിലർ ആദ്യം തക്കാളി വഴറ്റുന്നവരുണ്ടാവും. ഞാനും ഒപ്പാണിട്ടത് ചെറുതായിട്ട് വറ്റിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറി ആക്കുന്നില്ല. സോക്ക് എവിടെ അറിയില്ല. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല കേട്ടോ. വേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ്
വേഗം വാടാൻ വേണ്ടിയിട്ടേ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിടും കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ, ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയത് ഇത് വാടി കിട്ടില്ലല്ലോ. ഇനി പച്ചമുളക് ഞാനേ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കേട്ടോ, അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറയ്ക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ടില്ലേ, ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉള്ളത്. പിന്നെ കുറച്ച് കൂടുതൽ മത്തി ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും വയ്ക്കുക. ഞാൻ ഈ ചെറുതായിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. കറിയാണെന്ന് ഞാൻ കരുതിയത്, അപ്പോൾ ചെറുതായിട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനേ ഇത് ചെറിയ കുടംപുളി ആയിട്ടാണ് അത്ര കൂടുതൽ കാണിക്കുന്നത്. പിന്നെ അത് പുളി കുറവും ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗ്രേ കളർ വരണം കേട്ടോ. എന്നാലാണ് ആ മീനിൻ്റെ ആ ഒരു കളറ് ഉണ്ടെങ്കിലല്ലേ കാണാനൊരു രസമുള്ളൂ കഴിക്കുമ്പോഴും. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കാൻ കേട്ടോ. ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മതി കേട്ടോ വെള്ളം. ഒന്ന് ഇളക്കി ഇത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കതിൽ മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി മീനിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കട്ടെ. നോക്കിയിട്ട് ഞാനിനി ഇത് അടച്ചിരിക്കാനേ. അടച്ചേക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാൻ. അപ്പോൾ നമ്മൾ മീൻകറി തുറന്ന് നോക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലേ നല്ല ചുവപ്പ് കളറിൽ. എനിക്കെങ്ങനെ അറിയാം, എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മീൻകറി വെക്കുന്നത്. ഇവിടെ വന്നാൽ അതേപോലെ തന്നെ എപ്പോഴും പറയട്ടോ അച്ഛ മോള് വെക്കുന്ന മീൻകറി നല്ല രസമായിരുന്നു എപ്പോഴും പറയട്ടോ. അപ്പം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് കൂടിപ്പോയതാട്ടോ, അറിയാതെ ഒന്ന് കൂടിയതാണ്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. സാധാരണ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.